വിവാദങ്ങൾക്കിടെ കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി യോഗം ഉടൻ ആരംഭിക്കും. ഇന്ദിരാഭവനിൽ എഐസിസി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് രാഷ്ട്രീയകാര്യ സമിതി ചേരുക. പുനഃസംഘടന, PV അൻവറിന്റെ UDF പ്രവേശനം, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നതിനെ ചൊല്ലിയുള്ള തർക്കവും വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയെ തുടർന്നുണ്ടായ വിവാദങ്ങളും യോഗത്തിൽ ഇടം പിടിക്കുമെന്നാണ് സൂചനകൾ. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, ഒരുപാട് വിഷയങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കാം ഈ യോഗത്തിൽ എടുക്കുന്ന നിലപാടുകൾ? വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇടവേളയ്ക്ക് ശേഷമാണ് KPCCയുടെ നിർണായകമായ രാഷ്ട്രീയകാര്യ സമിതി യോഗം അല്പസമയത്തിനകം KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ചേരാൻ പോകുന്നത്. നേതാക്കളെല്ലാം KPCC ആസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി രാഷ്ട്രീയകാര്യ സമിതിയിലെ മുഴുവൻ അംഗങ്ങളെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട് അവരുടെ നിലപാടുകൾ അറിയുന്നു, അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളടക്കം തേടുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. പൊതുസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയിട്ട് ഏറെ മാസങ്ങൾ ആയിരുന്നെങ്കിലും അതിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാതെ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരാനിരുന്നിട്ട് വളരെ അപ്രതീക്ഷിതമായി അത് മാറ്റിവെക്കാനുണ്ടായ സാഹചര്യവും ഹൈക്കമാൻഡിന് മുൻപിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ KPCC നേതൃത്വവുമായി ബന്ധപ്പെട്ടും തലപ്പത്തെ അഭിപ്രായ വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ ചർച്ചകൾ ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരും. PJ കുര്യനും VM സുധീരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനോടകം KPCC ആസ്ഥാനത്തുണ്ട്. മറ്റ് നേതാക്കൾ കൂടി വൈകാതെ ഇവിടേക്ക് എത്തും എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. പ്രധാനമായും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് താഴെത്തട്ടിൽ മാത്രം പുനഃസംഘടന മതി എന്ന ഒരു നിലപാടിലേക്ക് ഹൈക്കമാൻഡ് ഇപ്പോൾ എത്തുമ്പോൾ അങ്ങനെ പോരാ, KPCC അധ്യക്ഷനെ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടനയാണ് ആഗ്രഹിക്കുന്നത് എന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വിഭാഗവും ഇപ്പോഴും അങ്ങനെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു തീരുമാനത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകാത്ത പശ്ചാത്തലത്തിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചർച്ചകളിൽ VD സതീശൻ വിഭാഗം സ്വീകരിക്കുന്ന നിലപാട് നിർണായകമായി മാറും. അതേസമയം KPCC അധ്യക്ഷനെ മാറ്റിയാൽ പ്രതിപക്ഷ നേതാവിനും മാറ്റണം, അത് അങ്ങനെ മാത്രമേ ഈ തീരുമാനത്തോട് അംഗീകരിക്കാനാവൂ എന്ന നിലപാടിലാണ് K. സുധാകരനും അദ്ദേഹത്തിന്റെ അനുകൂലികനും. അതുകൊണ്ട് തന്നെ അവിടെ തലപ്പത്ത് ഒരു അഴിച്ചുമണിക്ക് പെട്ടെന്ന് നേതൃത്വം തയ്യാറാകാനുള്ള സാധ്യത നന്നേ വിരളമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സണ്ണി ജോസഫ് MLA ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ KPCC ആസ്ഥാനത്തേക്ക് എത്തുന്നത്. മറ്റ് മുതിർന്ന നേതാക്കൾ കൂടി അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരും. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പാർട്ടിയുടെ ആഭ്യന്തരതല അന്വേഷണം നടക്കുന്നത്. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്തുക എന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം PV അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നിലപാട് എന്തായിരിക്കണമെന്ന കാര്യത്തിലും വിശദമായ ചർച്ചകൾ ഇന്ന് നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് K. സുധാകരൻ എത്തിയതിനു ശേഷം കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട സജീവമായ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ നടന്നിരുന്നെങ്കിലും പിന്നീട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വൈകിപ്പോയതിൽ, അതായത് അതിന്റെ പ്രവർത്തനം ഏതാണ്ട് നിലച്ച മട്ടിലേക്ക് പല സ്ഥലങ്ങളിലും കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായതിൽ പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. അതോടൊപ്പം പുനഃസംഘടന കൃത്യസമയത്ത് നടത്താൻ കഴിയാതെ പോയതിലുള്ള വിയോജിപ്പും പരസ്യമായി തന്നെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉന്നയിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ ഉയർത്തിക്കാണിക്കണമെന്ന തരത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിനുള്ളിൽ വളരെ അപ്രതീക്ഷിതമായി തുടങ്ങിയ ചർച്ച അത് വലിയ തരത്തിൽ പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അവിടെ വിയോജിപ്പ് അറിയിക്കുന്ന തരത്തിലേക്ക് വരെ, അതായത് ഹൈക്കമാൻഡ് നേതൃത്വമടക്കം വിജയം ലക്ഷ്യമാക്കി പ്രവർത്തിക്കേണ്ട സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ ഉയർത്തിക്കാണിക്കണമെന്ന ചർച്ചകൾക്ക് ഒരു പ്രസക്തിയുമില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ AK ആന്റണി തന്നെ പരസ്യമായി ഇന്ദിരാഭവനിൽ വെച്ച് നിലപാട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം, അതിൽ ഹൈക്കമാൻഡ് നേതൃത്വം AK ആന്റണിക്ക് ഒപ്പം നിൽക്കുന്ന സാഹചര്യം, പിന്നീട് അത്തരം ചർച്ചകൾക്ക് തുടക്കമിട്ടവർ തന്നെ അത് അവസാനിപ്പിക്കട്ടെ എന്ന് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലം അതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചർച്ച ചെയ്തതാണ്. അതിനൊടുവിലാണ് മുതിർന്ന നേതാക്കൾ എല്ലാവരും ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുക്കാനായി ഇവിടേക്ക് എത്തുന്നത്. രമേശ് ചെന്നിത്തല പക്ഷേ ഇന്ന് സ്ഥലത്തില്ലാത്തതിനാൽ ഒരുപക്ഷെ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയേക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭിക്കേണ്ടതേ ഉള്ളൂ. കൊടിക്കുന്നിൽ സുരേഷ് MP ആണ്. അദ്ദേഹം KPCCയുടെ നിർണായകമായ പദവിയിൽ ഉള്ള ആൾ കൂടിയാണ്. അദ്ദേഹവും ഇവിടേക്ക് എത്തുകയാണ്.
മറ്റ് മുതിർന്ന നേതാക്കൾ ഓരോരുത്തരായി അല്പസമയം മുമ്പ്, അതായത് ഏതാണ്ട് 2 മണി മുതൽ തന്നെ നേതാക്കൾ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. 2:30-ക്കായിരിക്കും ഈ പ്രധാനപ്പെട്ട നിർണായകമായ, അതായത് പുനഃസംഘടനാ വിഷയത്തിൽ അടക്കം നിർണായകമായ തീരുമാനങ്ങൾ എടുത്തേക്കും എന്ന് കരുതപ്പെടുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നത്. കൃത്യസമയത്ത് തന്നെ യോഗം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്നത്തെ ചർച്ചകളിൽ പ്രധാനമായി നിറഞ്ഞു നിൽക്കുക പുനഃസംഘടന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എടുക്കേണ്ടുന്ന നിലപാടുകൾ തന്നെയായിരിക്കും. ആ നടപടികൾ ഇനിയും വൈകിയാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് പാർട്ടിയെ പൂർണ്ണമായി സജ്ജമാക്കുന്നതിൽ 2:30 ഇന്ദിരാഭവനിലാണ് KPCC യോഗം നടക്കുന്നത്. നിർണായകമായ യോഗമാണ്. രാഷ്ട്രീയകാര്യ സമിതി യോഗം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് PV അൻവറിന്റെ UDF പ്രവേശനം, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നതിനുള്ള തർക്കം, വയനാട് DCC ട്രഷററുടെ ആത്മഹത്യ, ഇതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. അതിന് നിർണായകമായ യോഗമാണ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 KPCC യോഗം ചേരുന്നത്. വിവരങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്.